ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാൻ ഈ ഒരു വീഡിയോയിലേക്കാണ് കയറിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടുമിക്ക ആൾക്കാരും വെയിറ്റിംഗ് തന്നെയാണ്. ഇത് എന്നോട് പ്രത്യേകിച്ചിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പാദസരത്തിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പാദസരം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് കാണിക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാദസരം ഇട്ടിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാളാണെങ്കിൽ കുഴപ്പമില്ല, ഇത് 2-3 ആൾക്കാർ ഈ ഒരു വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് എന്തായാലും ഈ ഒരു വീഡിയോ ഇടണമെന്ന്. ഇന്നലെ പോലും എനിക്ക് കമൻ്റ് ആക്കിയത് ഇതാണ്, ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പിന്നെയും കൂടി നിങ്ങളിലേക്ക് ഇട്ടത് കേട്ടോ. അപ്പോൾ അതേ വീഡിയോ തന്നെയല്ല, വീഡിയോ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കണേ. ഈ ഒരു പാദസരം കാലിന് ഇട്ടാലുള്ള ഈ ഒരു ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ. പാദസരത്തിൻ്റെ വൃത്തി കാണണമെങ്കിൽ അത് കാലിന് തന്നെ ഇട്ടിട്ട് കാണിക്കണം, അല്ലാതെ കയ്യിൽ ഇങ്ങനെ വെച്ച് കാണിച്ചാൽ ആ ഒരു വൃത്തി എന്തായാലും കിട്ടില്ല. പാദസരാന്ന് മനസ്സിലാവും. അപ്പം സോറി കേട്ടോ. അപ്പം ഇതാണ് അതിൻ്റെ ആ ഒരു ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനൊരു ടിപ്സും കൂടി വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷൂസൊക്കെ ഇട്ടാലുണ്ടല്ലോ, ഈ പാദസരം ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അതായത് പുറത്ത് ഇങ്ങനെ ഒരു കാണുന്ന വിധത്തിൽ. അതിപ്പോൾ ഏത് ഡ്രസ്സിൻ്റെ കൂടെ ആയാലും, അബായൻ്റെ കൂടെ ആയാലും, വെസ്റ്റേൺ ടൈപ്പ് ആയാലും, പിന്നെ ചുരിദാറിൻ്റെ കൂടെ ആയാലെല്ലാം ഈ ഒരു ഷൂസ് ഇടുമ്പോൾ പാദസരം ഇങ്ങനെ പുറത്തിറങ്ങി കഴിയുക. അപ്പോൾ കാണാനൊരു വൃത്തി ഉണ്ടാവില്ല അല്ലേ, എന്തോ പോലെ ഉണ്ടാവും. ഫർദാണെങ്കിൽ പിന്നെ വയ്ക്കില്ല, അതങ്ങ് കവർ ചെയ്യുമെന്ന് വിചാരിക്കുക. അല്ലാതെ ഡ്രസ്സെല്ലാം ആകുമ്പം ഇങ്ങനെ ഒരു പുറത്തിറങ്ങിക്കുമ്പോൾ ഒരു ബോർ പരിപാടി ഉണ്ടാകുക. ചെരുപ്പാണെങ്കിൽ കുഴപ്പമില്ല, നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. ഷൂസ് ആകുമ്പോൾ ബോർ പരിപാടി തന്നെയാണ്. അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയുക, ഇങ്ങനെ ഒരു ഷോക്സ് എടുക്കുക. ഷോക്സ് എടുത്തിട്ട് ഇതിനെ 2 പീസാക്കുക. അതിന് വേണ്ടിയിട്ട് പഴയ ഷോക്സ് എടുത്താലും മതി, പുതിയത് എടുക്കുകയൊന്നും ചെയ്യേണ്ട. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അറിവ് എനിക്ക് വേറൊരാളിൽ നിന്ന് കിട്ടിയത് തന്നിട്ട്, അല്ലാതെ എൻ്റെ തലയിൽ താനെ മുളിച്ച് വന്നോന്നല്ല റബ്ബേ. എനിക്ക് ഇത്ര വലിയ ബുദ്ധിയൊന്നുമില്ല റബ്ബേ, നമ്മൾ ചെറിയ ബുദ്ധിയുള്ളൊരു പാവങ്ങളാന്ന് റബ്ബേ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഈ ഒരു ഷോക്സ് ഇങ്ങനെ കയറിയിട്ടിട്ട് പാദസരത്തിൻ്റെ ഉള്ളിൽ അങ്ങ് കവറാക്കി ഇട്ടാൽ മതി കേട്ടോ. പാദസരത്തിൻ്റെ ഉള്ളിൽ അല്ല, ഷോക്സിൻ്റെ ഉള്ളിൽ അങ്ങനെ കവർ ചെയ്താൽ മതി കേട്ടോ. നല്ല കറക്റ്റായിട്ട് അവിടെ നിൽക്കും. പിന്നെ ഒരു കാര്യം കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഇത് എനിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് തന്നിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനത് വിട്ടുപോയി കേട്ടോ. ഹസ്ബൻഡ് പറഞ്ഞുതരാൻ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പറഞ്ഞ ഈ ഒരു അറിവുണ്ടല്ലോ, അത് വേണുന്നവർ മാത്രം എടുത്താൽ മതി, അല്ലാത്തവർ എടുക്കേണ്ട കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടപാട് തന്നെ ട്രൈ ആക്കി നോക്കിയിട്ട് എനിക്കൊക്കെ ആ ഒരു പ്രശ്നം ഉണ്ടാകലുണ്ട്. ഇങ്ങനത്തെ ഷൂസ് ഇടുമ്പോൾ പാദസരം ഇങ്ങനെ മലന്ന് നിൽക്കും. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊരു കാര്യം പറയാൻ വിട്ടു പോയിട്ടിട്ട്, ഈ ഒരു പാദസരം എനിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് തന്നിയാണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ മറന്നുപോയി. വീഡിയോ ഹസ്ബൻഡ് കണ്ട ശേഷം അത് എന്നോട് പറഞ്ഞത്, എനിക്ക് ഞാൻ തന്ന സാധനമില്ലേ എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ തലയിലേക്ക് ഇങ്ങനെ കൂടി വന്നത്. പിന്നെ കുറേ പേരൊക്കെ ഡെൻ മൈ ലൈഫൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ ആയിട്ട് ഞാൻ വരും കേട്ടോ. ഓക്കെ, ബൈ.